ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നടത്തുന്നതിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും SITക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഗൗരവതരമായി അവരത് പരിശോധിക്കണം. മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യമാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിലാണ് ജാമ്യം കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത കേസിൽ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. അടുത്ത കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും. അപ്പോൾ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് കാരണമാവും. അന്വേഷണത്തിന്റെ റഡാറിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഈ ജാമ്യം ഒരു കാരണമായി മാറും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളതെന്ന്. അത് പിന്നീട് കോടതി ശരിവെച്ചു. അതായത് മന്ദഗതിയിലായിട്ടുണ്ട് അന്വേഷണം എന്ന്. ഇപ്പോ ഞാൻ ഇതുവരെ SITയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. കാരണം SITയിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഇപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷെ SIT വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റവാളികളായ ആളുകൾക്ക് ജാമ്യം കിട്ടുമെന്നും അവർ പുറത്തിറങ്ങിയാൽ ഈ നഷ്ടപ്പെട്ട സ്വർണം വരെ കണ്ടെടുത്തിട്ടില്ല, ദ്വാരപാലക ശില്പം കണ്ടെടുത്തിട്ടില്ല. ഈ കുറ്റവാളികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനിയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുള്ളതുകൊണ്ടാണ് കോടതി അല്ലാതെയുള്ള ജാമ്യം അവർക്ക് നിഷേധിച്ചത്. കോടതി അല്ലാതെ ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല. വളരെ ശക്തമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ജാമ്യത്തിൽ വരികയാണോ എന്ന് ചോദിച്ചവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തത് തീരെ ശരിയായില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ